ഇന്ന് വർക്ക് ഡേ ആട്ടാ. വർക്ക് ഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം നൈറ്റ് ഷിഫ്റ്റാണ്. നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ ഇറങ്ങി പിന്നെ വീട്ടിലേക്ക് വന്ന് പിന്നെ ഒരു മടിയായിരിക്കും ഷിഫ്റ്റ് എടുക്കാൻ വേണ്ടി. അതുകൊണ്ട് എവിടെയും ഇറങ്ങിയില്ല. പിന്നെ രാവിലെ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ വണ്ടിയെല്ലാം വീട്ടിലുണ്ട്. അപ്പോൾ ഒന്ന് മഴയൊക്കെ ഒന്ന് നിന്ന ടൈമാണ്. അപ്പോൾ ഒന്ന് കഴുകിയെടുക്കാമെന്ന് വെച്ചെല്ലാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ 390 ഇങ്ങനെ ആലോചിച്ചത്. എത്ര കാലമായി, ഒരു വർഷത്തിന് മേലെ നമ്മൾ 390 മര്യാദയ്ക്കൊന്ന് പുറത്തിറക്കിയിട്ട്. കാരണം പുറത്തിറക്കിയാലൊന്ന് ഒരു ഫൈൻ ഉറപ്പാണ്. ഒന്നാമത് എനിക്ക് മിറർ ഇട്ടിട്ട് വണ്ടി ഓടിക്കാൻ എനിക്ക് താല്പര്യമില്ല. എന്തോ എനിക്കൊരു മടിയാണ് അതിവിടെ. ഞാൻ വണ്ടി എടുത്തപ്പോൾ തന്നെ ഫസ്റ്റ് ചെയ്താൽ മിറർ അഴിച്ച് ചാടി, മഡ്കാട് അഴിച്ച് ചാടി, സാരികാട് അഴിച്ച് ചാടി, ടെയിൽ അടിച്ച് ചാടി, എല്ലാം പുത്തം പോലെ വീട്ടിലിരിപ്പുണ്ട്. അങ്ങനെ ഇരിക്കെ ഞാനിങ്ങനെ വിചാരിച്ച് ഇന്ന് തൊട്ടിട്ട് കുറച്ച് ദിവസമൊക്കെ നമുക്ക് 390 എടുക്കാം, വെറുതെ അത് നശിപ്പിക്കണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചാൽ ഒന്ന് കഴുകിയെടുക്കാം. കാരണം ജസ്റ്റ് ഒന്ന് മഴയത്തൊക്കെ എടുത്ത് മൊത്തം ചളി പിടിച്ച് കിടക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ എല്ലാ വണ്ടിയും എടുത്ത് പുറത്തിറക്കി വെച്ച് നമ്മൾ ആദ്യം തന്നെ 390 മൊത്തം കഴുകി. 390 മൊത്തം കഴുകിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ ലൂബ്, ചെയിനൊക്കെ ഒടുക്കത്തെ സൗണ്ടായിട്ടുണ്ട്. കുറച്ചൊന്ന് എന്താ പറയുക, സ്ക്രൂവും നട്ടും ബോൾട്ടൊക്കെ ഇളകി കിടക്കുന്നുണ്ട്. അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വെച്ച് ഒന്ന് കഴുകി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ വണ്ടി ഫുള്ള് ബോഡിയൊക്കെ വാഷ് ചെയ്തപ്പോഴാണ് നമ്മൾ പണ്ടാണെങ്കിൽ നമ്മൾ വീക്കിലി അല്ലെങ്കിൽ അധികം നമ്മൾ കിലോമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്ത് കറക്റ്റായിട്ട് പക്കയായിട്ട് വെക്കലുണ്ട്. കാരണം അന്നേരം സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ TRM കാലിഡാഡിൻ്റെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്യലുണ്ട് അതൊക്കെ. അപ്പോൾ അത് ചെയിൻ്റെ ലൈഫും നമ്മളെ എന്താ പറയുക, ഡെയിലി വണ്ടി എടുക്കുന്നതുകൊണ്ട് അതിൻ്റെ നമുക്ക് ആ ഒരു സൗണ്ട് കേട്ടിട്ട് ഓടിക്കാൻ പറ്റില്ല. ഇപ്പോഴാണ് എപ്പെങ്കിലും എടുക്കുന്നതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒരു ചിന്തിക്കാൻ പറ്റാത്തത്. അപ്പോൾ പിന്നെ വെച്ച് ചെയിൻ ലൂബും കയ്യിലില്ല, ചെയിൻ ക്ലീനറും ഇല്ല. അപ്പോൾ പ്രഷർ വാഷർ വെച്ചിട്ട് തന്നെ ചെയിനിലുള്ള ഡേർട്ട് മൊത്തം ഒന്ന് കളയാമെന്ന് വെച്ചിട്ട് അതൊന്ന് കഴുകാൻ തുടങ്ങി. അങ്ങനെ വണ്ടിയെല്ലാം കഴുകി കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളെ പഞ്ച് ഇവിടെ ഉണ്ട്, നമ്മളെ കാർബൺ ഇതാ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളെ ഹിമാലയൻ ഉണ്ട്. ഹിമാലയൻ വെറുതെ വെള്ളം അടിച്ചിട്ടേ ഉള്ളൂ. അതിനുശേഷം ഇതാ നമ്മളെ എന്നെ ഒന്നും കൂടി കാണിച്ചു തരുന്നതാണ്, അത് നമ്മളെ മെയിനാണല്ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് 390 ആണ് ഇന്നത്തെ നമ്മളെ വിഷയം. അതും കൂടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്, കഴുകി മിനുക്കി വെച്ചിട്ടുണ്ട്. ടയർ പോളിഷൊന്നും ചെയ്യാമെന്നില്ല, കാരണം ടയർ ഞാൻ വാഷ് ചെയ്യില്ല. കാരണം മടുത്ത്, ഇത്രയും വണ്ടി ഒരുമിച്ച് കഴുകിയിട്ട് മടുത്ത്. പിന്നെ നമ്മൾ ഇലക്ട്രിക് ഉണ്ട്. ഇലക്ട്രിക്കിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത്, ഇലക്ട്രിക് നമ്മളെ പഴയ ഇലക്ട്രിക്കൊന്നും പ്രഷർ വാഷർ യൂസ് ചെയ്യാൻ പാടില്ല. പുതിയ ഇലക്ട്രിക്കും അങ്ങനെ തന്നെ. പുതിയ ഇലക്ട്രിക്കിന് വലിയ കുഴപ്പമില്ല, കാരണം ബോഡിയൊക്കെ ഫുള്ളി കവേർഡാണ്, ബാറ്ററി കവേർഡാണ്. പഴയതിന് മെയിൻലി അവരെ വണ്ടി തന്നെ എഴുതി വെച്ചിട്ടുണ്ട് പ്രഷർ വാഷർ യൂസ് ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ഇതൊന്നും കഴുകാറില്ല, വെറുതെ തുടച്ചെടുക്കാറേ ഉള്ളൂ. അതിനുശേഷം നമ്മുടെ ഹഗ്ഗർ ഞാനൊന്ന് പരിധി എടുക്കാൻ നോക്കി. നമ്മളെ ഹഗ്ഗറിലൊന്നും ഒരു സ്ക്രാച്ച് പോലും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കാറ് വന്നേരെ നമ്മൾ അതിനൊന്നും നോക്കാൻ പറ്റാണ്ടായാൽ അത് പുറത്തൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ സ്ക്രാച്ചൊക്കെ ഉണ്ട്. പക്ഷേ പരിധി എടുത്തിട്ടുണ്ട്, ഫുള്ള് ചെളി കെട്ടി കിടക്കുന്ന. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത മെയിൻ സാധനം എന്ന് പറയുന്നത് നമ്മളെ മിററാണ്. ഇത് രണ്ടുമാണ് ഇപ്പോഴത്തെ മെയിൻ. കാരണം മിററില്ലേ തന്നെ ഒന്ന് പോലീസ് കയ്യിൽ നിന്ന് കിട്ടും. അതിൻ്റെ റിസ്ക് എടുക്കേണ്ട ആവശ്യം മിററും നമ്മൾ ഒന്ന് പരിധി എടുത്ത്. പിന്നെ വലിയ മിറർ ഇടുന്നത് എനിക്ക് വലിയ താല്പര്യമേ ഇല്ല. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഹഗ്ഗർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ നട്ടും ബോൾട്ടൊക്കെ തപ്പിയെടുക്കണം. കാരണം കാറിൻ്റെ ഇത് വന്നിട്ട് നട്ടും ബോൾട്ടൊക്കെ നമ്മൾ ഫുള്ളി അതിൽ മിക്സപ്പായിട്ട് അത് കുറച്ച് പരിധി എടുക്കാൻ തന്നെ പണിയിട്ട്. അങ്ങനെ നമ്മുടെ നട്ടും ബോൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെ. അല്ലെങ്കിൽ ടൂൾസും കാര്യങ്ങളൊക്കെ ഇവിടെ ഓൾറെഡി പണ്ട് മുതലേ കയ്യിലുണ്ട്, അങ്ങനത്തെ ഒരു വിഷയമില്ല. അത് ഇടക്കിടക്ക് എടുത്ത് മാറ്റലും പിടിക്കലും ആയിരുന്നു മെയിൻ പണ്ടത്തെ ഒരു ഹോബി. ഞാൻ ബാർ ആൻഡ് മിറേഴ്സാണ് യൂസ് ചെയ്യുന്നത്. കാരണം ബാർ ആൻഡ് മിറേഴ്സ് കുറച്ച് ടൈപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്നൊരു മിറർ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളതിന് ഞാൻ തപ്പി നടന്ന് കിട്ടുകയായിരുന്നു പണ്ട്. അതുതന്നെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പം നോർമലി എൻ്റെ വണ്ടി കിടക്കുന്ന 390ൻ്റെ മിറേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത്ത് കൂടുതലുള്ള മിറേഴ്സാണ്. അത് ഞാൻ ചേഞ്ച് ചെയ്ത് പഴയ ഡ്യൂക്ക് 200ൻ്റെ ഷോർട്ടായിട്ടുള്ള മിറർ ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊന്നും യൂസ് ചെയ്തിട്ട് തന്നെയില്ല, പുതിയ വാങ്ങിച്ചിട്ട് ഷോറൂം കണ്ടീഷനിൽ അയച്ചു വെച്ചതാണ്. അതൊക്കെ വീട്ടിൽ സ്റ്റോക്കായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇത് ഫിക്സ് ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ നമ്മളല്ലെങ്കിൽ ത്രെഡൊക്കെ ഓൾമോസ്റ്റ് പോയിട്ടുള്ളത്. കാരണം പണ്ടത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ എന്തെങ്കിലും ലോങ് പോകുമ്പോൾ നമ്മൾ മിറേഴ്സ് എടുത്ത് കയറ്റും. പിന്നെ മെയിനായിട്ട് നമ്മൾ കോസ്റ്റ്യൂം, വണ്ടി കഴുകൽ, ഫോട്ടോസ്, വീഡിയോസ്, റീൽസ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ മിറേഴ്സും ബാക്കിയുള്ള നമ്പർ പ്ലേറ്റ് അടക്കം അയച്ചു വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ മൊത്തം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഉള്ള എല്ലാ പാർട്സിൻ്റെയും ത്രെഡ് വരെ പോക്കാണ്. അങ്ങനെ നമ്മൾ മിററെല്ലാം ഇൻസ്റ്റാൾ ചെയ്ത് കേട്ടോ. മിററിന് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഉള്ള മൂടങ്ങ് പോയി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. നമുക്ക് നമ്മുടെ ഡ്യൂട്ടിക്ക് പോകുന്ന ഓഫീസിൻ്റെ നേരെ മുമ്പിലാണ് MVDൻ്റെ ഓഫീസ്. അതുകൊണ്ട് അത്രയും റിസ്ക് എടുക്കാൻ നമുക്ക് പറ്റില്ല.
അപ്പോൾ അടുത്ത പരിപാടി നമ്മളെ ഹഗ്ഗർ ഫിക്സിങ്ങാണ്. ഹഗ്ഗർ ഫിക്സിങ് നമ്മൾ ഈ KTMൻ്റെ ഹഗ്ഗർ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ വണ്ടി NS ആയിക്കോട്ടെ V3 ആയിക്കോട്ടെ ഇങ്ങനത്തെ എല്ലാ വണ്ടിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു ഹഗ്ഗർ തന്നെയാണ്. കാരണം KTM ബൈക്സിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പാർട്സുമാണ് എന്താ പറയുക ബാക്കിയുള്ള വണ്ടികളിൽ നേക്കഡ് ബൈക്കായിട്ട് ഏതിലേക്ക് റീഫിറ്റ് ചെയ്യുന്നത് KTMൻ്റെ കണ്ടിട്ടാണ്, KTMൻ്റെ ബൈക്സിൽ നിന്ന് എടുത്തിട്ടാണ്. കാരണം ഇതിൻ്റെ ഹഗ്ഗർ ആയിക്കോട്ടെ, ഹഗ്ഗറിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ചെളി തെറിക്കാണ്ടിരിക്കാൻ തന്നെ, ചെളി തെറിക്കാണ്ടിരിക്കാൻ ഒന്ന് നമ്മളുടെ റൈഡേഴ്സ് അല്ലെങ്കിൽ പില്യൻസിന് ചളി തെറിക്കാണ്ടിരിക്കുക, പിന്നെ മറ്റുള്ളവർക്ക് മറ്റ് യാത്രക്കാർക്കും ബുദ്ധിമുട്ടാവാണ്ടിരിക്കാനാണ് സത്യം പറഞ്ഞാൽ. ഇത് പറഞ്ഞിട്ടാണ് നമ്മളെ MVDയും പോലീസൊക്കെ പറയുന്നത് ഇത് അയച്ചു വെച്ചാലേ പ്രശ്നം പറയുന്നത്. ബാക്കിയുള്ള ബൈക്സ് ഏത് ബൈക്സ് എടുത്തു കഴിഞ്ഞാലും V3 ആയിക്കോട്ടെ NS ആയിക്കോട്ടെ എടുത്തു കഴിഞ്ഞാൽ ഒരു ഉപകാരമില്ല. അതിൻ്റെയൊക്കെ ഹഗ്ഗർ എന്തിനാണ് ഷോന് വെച്ച പോലെ നമുക്ക് തെറിക്കില്ലായിരിക്കും, ബട്ട് പുറത്തുള്ളവർക്ക് നല്ല രീതിക്ക് കറക്റ്റായിട്ട് തട്ടി തെറിച്ചിട്ട് തന്നെ അപ്പുറത്തെ വണ്ടിക്ക് തെറിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഓൾമോസ്റ്റ് എല്ലാവരും വെക്കലുണ്ട്. ഇതിൻ്റെ ഹഗ്ഗറിൻ്റെ വെച്ചാൽ നമ്മുടെ ടയർ പോലെ തന്നെ ആ ഒരു ഷേപ്പ് തന്നെയാണ് വരുന്നത്, വേറെ എക്സ്ട്രാ ഇതൊന്നുമില്ല. ബട്ട് ക്വാളിറ്റിയും നല്ലതാണ്, ലുക്കും ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് നമുക്ക് ഈ ഒരു ഹഗ്ഗറില്ലാണ്ട് നെയ്ക്കഡായിട്ട് ആ ഒരു ടയർ നിൽക്കുന്ന ആ ഫീൽ ഉണ്ടല്ലോ, അത് കിട്ടാണ്ട് നമ്മളത് അയച്ചു വെക്കും. ബട്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്കത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം മഴ എപ്പോൾ പെയ്യുമെന്ന് പറയാൻ പറ്റില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ മൊത്തം ചെളിയെല്ലാം വരങ്ങും. അതുകൊണ്ട് അതും നമ്മൾ ഫിക്സ് ചെയ്ത് അതിൻ്റെ ബോൾട്ടൊക്കെ പരിധി എടുത്ത്, ബോൾട്ടൊക്കെ നല്ല ടൈറ്റായിരുന്നു. നമ്മളതിൻ്റെ ഇടയ്ക്ക് WD-40 കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്ത് സെറ്റ് ചെയ്ത് ഹഗ്ഗർ ഫിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച് എന്തായാലും കഴുകി. പിന്നെ നമ്മളെ എൻജിൻ ബേൻ്റെ സൈഡ് എപ്പോഴും ചളി പിടിക്കും. കാരണം എൻജിൻ ബേ നമ്മൾ പെയിൻറ്റ് ചെയ്തിട്ടില്ല. ബട്ട് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളെ ഫെൻഡറിൻ്റെ താഴെ വരുന്നൊരു പ്ലാസ്റ്റിക് പീസ് ഉണ്ട്, അത് നമ്മൾ വൺ സൈഡിൽ വെച്ചിട്ടില്ല. അത് വെക്കാത്തത് കൊണ്ട് തന്നെ ഉള്ളിലേക്ക് നല്ലോണം ചളി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് പ്രഷർ വാഷറിലുണ്ട് അത്യാവശ്യം ഉള്ളിലേക്കൊന്നും വെള്ളം കയറാത്ത രീതിക്ക് തന്നെ നമ്മൾ അതും കൂടി കഴുകിയെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 390ൻ്റെ ഔട്ട് ഇതാണ്, 390ൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്. നമ്മൾ എന്താ പറയുക, മിററും ഹഗ്ഗറൊക്കെ ഇട്ടിട്ട് നമ്മളൊരു ട്രെൻഡിങ് ആയിട്ട് നമ്മൾ ഫ്രീക്കായിട്ട് നടന്ന ഒരു ചെക്കൻ, മുടിയെല്ലാം വളർത്തിയിട്ട് നടക്കുന്ന ഒരു ചെക്കനെ പിടിച്ചിട്ട് മുടിയൊക്കെ വെട്ടി ഇൻസൈഡാക്കി നടക്കുന്ന പോലത്തെ ഒരു അവസ്ഥയില്ലേ, ആ ഒരു അവസ്ഥയിലാട്ടാ ഉള്ളത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ പിന്നെ എന്തായാലും ക്ലീനിങ്ങിന് ഇറങ്ങി. അപ്പം നമ്മുടെ അടുത്തൊരു 2 ഹെൽമെറ്റ് ഉണ്ട്. ഒന്ന് നമ്മുടെ ഹാഫ് ഫേസ് സ്റ്റീൽ ബേർഡിൻ്റെ ഒരു ഹെൽമെറ്റും ഒന്ന് AGVയുടെ ഹെൽമെറ്റും. പണ്ടാണെങ്കിൽ AGVയുടെ ഹെൽമെറ്റ് ആയിരുന്നു എൻ്റെ എന്താ പറയുക, ഈ ഒരു AGVയുടെ ഹെൽമെറ്റ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. ഡെയിലി യൂസിനായിക്കോട്ടെ എന്തിനായിക്കോട്ടെ ഞാൻ ഇത് മാത്രമേ യൂസ് ചെയ്യായിരുന്നുള്ളൂ. കാരണം അത് അത്രക്കും കംഫർട്ട് തന്നെയാണ്, അതിന് അത്രയും പ്രൈസ് റേഞ്ച് കൊടുക്കുന്നുണ്ട്. 20,000 രൂപ കൊടുത്തിട്ട് ഞാൻ ഇത് എടുത്തത്. അന്നേരം അത്രയും പ്രൈസ് റേഞ്ച് കൊടുത്തിട്ട് പക്ക സൈസും കൂടിയാണെങ്കിൽ അത് പക്ക കംഫർട്ട് തന്നെ എത്ര യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും. അപ്പോൾ അന്നേരം ആ ഒരു ടൈമിൽ നമ്മൾ അത്രയും നല്ല രീതിക്ക് യൂസ് ചെയ്ത് നല്ല രീതിക്ക് ക്ലീനാക്കി കൊണ്ടു നടന്നതാണ്. ഇതിന് മുന്നേ ഉള്ളതിന് ഞാൻ സെറാമിക് കോട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു, പിന്നെ ഇതിന് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ഹെൽമെറ്റിങ്ങൊക്കെ എന്താ പറയുക എല്ലാം മാറി, നമ്മൾ ഹാഫ് ഫേസിലേക്ക് മാറി. വർക്കൊക്കെ ആയതിനു ശേഷം വണ്ടി എടുക്കാതിന് ശേഷം ഹാഫ് ഫേസാണ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാറ്. പിന്നെ ഇതൊക്കെ വെറുതെ ഇട്ടെടുത്ത് നല്ല സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്ന് യൂസ് ചെയ്യുന്ന ടൈമിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അത്രയും നല്ല രീതിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക ഇടയ്ക്കൊന്ന് വെയിലത്തൊക്കെ വെച്ച് പോയിട്ട് അതിൻ്റെ കളർ ചെറുങ്ങനെ മേലെ ഫെയ്ഡായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വിചാരിച്ച് ഇപ്പം മഴക്കാലമൊക്കെ മഴക്കാലം കഴിഞ്ഞതല്ല, കുറച്ചൊരു മഴ നിന്ന ടൈമിലാകുമ്പോൾ നമ്മളെ എന്താ പറയുക വണ്ടിയൊക്കെ പൂപ്പൽ പിടിക്കും. അതേപോലെ തന്നെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മതി, ഒരു ദിവസം യൂസ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് പൂപ്പലായിരുന്നു. അപ്പോൾ അങ്ങനെ ഉള്ളിന്ന് ഇൻറ്റീരിയർ എന്താ പറയുക മൊത്തത്തിൽ നിന്നും ക്ലീൻ ചെയ്തില്ല, ഒന്ന് തുടച്ചെടുക്കാമെന്ന് വെച്ചിട്ട് നല്ല ക്ലീൻ ചെയ്യാൻ തുടങ്ങി നമ്മളെ 2 ഹെൽമെറ്റും. കാരണം ഇന്ന് നമ്മൾ എന്തായാലും 390 എടുത്ത് പോകുമ്പോൾ നമുക്ക് ഹാഫ് ഫേസ് ഇട്ടിട്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് തന്നെ യൂസ് ചെയ്യണം. അങ്ങനെ നമ്മളെ ഉള്ളിലത്തെ മാസ്ക് അതും മസ്റ്റായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നിങ്ങളെ ഹെയറിനെ സംരക്ഷിക്കാനും നമ്മളെ ഹെൽമെറ്റിന് അധികം സ്മെല്ല് വരാണ്ടിരിക്കാനും അത് നല്ലതാണ്. കാരണം ഇത്ര കാലമായിട്ട് എൻ്റെ ഹെൽമെറ്റിന് അത്ര സ്മെല്ലും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല, നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് തന്നെ എത്തുന്നുണ്ട്. അങ്ങനെ പുറമേ നമ്മളൊന്ന് ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ 2 ഹെൽമെറ്റും. അങ്ങനെ അതിനുശേഷം കുറേ പേര് എന്നോട് ചോദിച്ചൊരു കാര്യമാണ്, ഞാൻ ടയറിനെന്നാൽ ഇത്രയും ഷൈനിങ് ആയിട്ട് എങ്ങനെയാണ് വെക്കാറ്. ഞാൻ ഈ ജങ്കിൻ്റെ ഒരു ടയർ പോളിഷായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത്രയും റേറ്റില്ല, 130 രൂപയായിട്ടേ ഉള്ളൂ. അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോഴേക്കും വെറും എന്താ പറയുക ഒരു വെള്ളം പോലെയാണ്, ബട്ട് അത് നല്ല വർക്കിംഗ് കേട്ടോ. ഒരു മസ്റ്റായിട്ടൊരു കാറിന് വേണ്ട ഒരു സാധനം തന്നെയാണ്. അതിനുശേഷമായിരുന്നു നമ്മൾ എൻഡോർക്ക് സർവീസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് മറന്നുപോയി. ഓൾറെഡി നമ്മൾ എടുക്കേണ്ട ഡേറ്റ് കഴിഞ്ഞ്, പിന്നെ പിറ്റേന്നായി ഇന്ന് എടുക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ തക്കുടിനും കൂട്ടി നേരെ വിട്ട് ഷോറൂമിലേക്ക് സർവീസും കഴിഞ്ഞിട്ട് എടുക്കുക. ഫസ്റ്റ് സർവീസ് കഴിഞ്ഞിട്ടുള്ള ഓൾമോസ്റ്റ് ഒരു
താഴെ കിലോമീറ്റേഴ്സ് ഓടിയിട്ടുള്ളൂ. കസിൻ്റെ സ്കൂട്ടിയാണ്. അന്ന് നമ്മളിതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. അതിന് പുറമെ സ്കൂട്ടി എടുത്തിട്ട് തന്നെ നമ്മൾ ഇലക്ട്രിക് എടുത്തിട്ട് നമ്മൾ എടുക്കാൻ പോയത്. അത് ഭാഗ്യമാണെന്ന് ചോദിക്കുക. കാരണം കാർ എടുത്തിൻ്റെ പെട്ടിട്ടുണ്ടാവും. ഒന്നാമത് നമ്മുടെ ബക്രീദിൻ്റെ ഹോളിഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല റഷാണ്. റോഡിലൊക്കെ നല്ല തിരക്കാണ്, ഫുള്ള് ബ്ലോക്കായിട്ടുള്ളത്. ഷോപ്പിലൊക്കെ എന്താ പറയുക, ഡ്രസ്സിൻ്റെ ഷോപ്പൊക്കെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരാണ്. അതേപോലെ തന്നെ നമ്മളെങ്ങനെയോ സ്കൂട്ടി എടുത്തുകൊണ്ട് എല്ലാത്തിനും പാസ് ചെയ്ത് എങ്ങനെയോ സൈഡിലോട്ടെല്ലാം എങ്ങനെയെങ്കിലോ വീട്ടിലെത്തി എന്ന് പറയാം. അങ്ങനെ ഇന്നത്തെ ചെറിയ ചെറിയ പരിപാടികൾ മൊത്തം കംപ്ലീറ്റായി. ഇനി അടുത്ത പരിപാടി നമ്മളെ വർക്കിന് പോക്കാണ്. വർക്കിന് പോകാൻ നമ്മൾ 390 എടുത്ത് നേരെ വിട്ട്. 390 എടുത്ത് പോയി പകുതി എത്തിയാൽ ഒന്ന് കോർണർ ചെയ്യാൻ നോക്കി. കോർണർ ചെയ്യാൻ നോക്കിയപ്പോൾ നേരെയാണ് വണ്ടി പോകുന്നത്. വണ്ടി കോർണർ ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് നമ്മൾ ടയർ പ്രഷറിൻ്റെ കാര്യം ചെക്ക് ചെയ്തത്. ടയർ പ്രഷർ നല്ല കുറവായിരുന്നു. വണ്ടി യൂസ് ചെയ്യാണ്ട് വെച്ച് കഴിഞ്ഞാൽ ടയർ പ്രഷർ നല്ല രീതിക്ക് കുറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും മസ്റ്റായിട്ട് നോക്കുക കേട്ടോ. കാരണം യൂസ് ചെയ്യാണ്ട് വെച്ച വണ്ടി എങ്ങനെയാലും കുറവായിരിക്കും. നമ്മളൊന്ന് എല്ലാ പമ്പിലും കയറി ഇറങ്ങിയിട്ട് നോക്കുമ്പോൾ എവിടെയും കിട്ടില്ല. പിന്നെ നമ്മൾ നയാര പമ്പ് കയറിയിട്ട് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനായ പമ്പാണ്. അപ്പോൾ അവിടെ തിരിക്കും നൈട്രജനും ഡെയറും ഉണ്ട്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഫ്രണ്ടിലാകെ 8 ആയിട്ടേ ഉള്ളൂ, 8 PSI ആയിട്ടേ ഉള്ളൂ പ്രഷർ. അങ്ങനെ നമ്മൾ നൈട്രജൻ കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് സെറ്റാക്കി. ബാക്കിൽ നമ്മൾ 31, 32 കൊടുക്കാറ്, ഫ്രണ്ടിൽ 29 കൊടുക്കാറുള്ളൂ. അപ്പോൾ അതെല്ലാം അങ്ങ് സെറ്റ് ചെയ്ത് നമ്മൾ നേരെ വിട്ട് ഓഫീസിലേക്ക്. 5 മണിക്ക് എനിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എത്തുമ്പോൾ തന്നെ ഏകദേശം 5 മണി കഴിഞ്ഞിരുന്നു. ഇവിടെ എത്തിയ ഉടനെ വണ്ടി കണ്ട ഉടനെ എൻ്റെ ഫ്രണ്ട് ചോദിച്ചൊന്ന് വണ്ടി ഓടിച്ച് നോക്കട്ടെ എന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ അവന് വണ്ടി ഓടിക്കാൻ കൊടുത്ത് ഞാൻ കുറച്ച് വീഡിയോസെല്ലാം എടുത്ത്. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ കാണിച്ചു തരുന്നത് വെച്ചാൽ കുറേ പേരുടെ ഒരു വിചാരമുണ്ട് എനിക്ക് പണിയൊന്നുമില്ല. കാരണം ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടുന്ന് തെണ്ടി തിരിഞ്ഞ് നടക്കുന്നതുകൊണ്ട് എല്ലാവരുടെയും വിചാരമുണ്ട്. കാരണം ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് എടുക്കാറ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതാ വർക്ക് ചെയ്യുന്നത് KSEBിലാണ്. മട്ടന്നൂർ കിൻഫ്ര പാർക്കിൻ്റെ ഉള്ളിൽ KSEBിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ.